അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വായിക്കുക ഒന്നുമല്ല കേട്ടോ, വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ടൊരു പുസ്തകം എടുത്ത് കയ്യിൽ പിടിച്ചു എന്നേ ഉള്ളൂ. അതായത് നമ്മൾ ജീവിതത്തിൽ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിക്കാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ ഭയങ്കരമായ ഖേദത്തിലായിരിക്കും നമ്മുടെ ബർസഖിയായ ജീവിതം. ആ പുസ്തകത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ലോകത്തുള്ള മുഴുവൻ അറിവുകളുടെയും സ്രോതസ്സാണ് ആ കിതാബ്. അതേപോലെ എല്ലാ വേദങ്ങളുടെയും എല്ലാ ആത്മജ്ഞാനികളുടെയും രഹസ്യം അടങ്ങിയിട്ടുള്ള ഒരു കിതാബ്. ഈ കിതാബ് നിലകൊള്ളുന്നത് ഏതെങ്കിലും വലിയ വലിയ ലൈബ്രറികളിൽ ഉള്ള കിതാബിൻ്റെ വിഷയമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിതാബ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇഖ്റ കിതാബക്, നീ നിൻ്റെ കിതാബിനെ വായിക്കൂ. അപ്പോൾ നമ്മുടെ ആന്തരിക തലത്തിൽ ആത്മാവിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു കിതാബ്. ഈ കിതാബിൻ്റെ വിഷയം, ഈ കിതാബിനെ വായിക്കുന്നതിൻ്റെ വിഷയമാണ് ഞാൻ പറയുന്നത്. ഏതൊരു പുസ്തകവും വായിക്കണമെങ്കിൽ ആ പുസ്തകത്തിൻ്റെ ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഭാഷ പഠിപ്പിക്കുന്ന ഒരാൾ നമുക്ക് വേണം, ഇല്ലേ? ഇത് പരിശുദ്ധ ഖുർആൻ വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിലിരിക്കുമ്പോൾ, ഈ ചരിത്രം നിങ്ങൾ കേട്ടതാണെങ്കിലും ഈ ചരിത്രത്തിൽ നമ്മൾ അറിയാത്ത ചിലതുണ്ട്. അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിലിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്ന് നബിതങ്ങളോട് പറയുന്നു, ഇഖ്റ, നബിയെ അങ്ങ് വായിക്കുക എന്ന്. അവിടെ നബിതങ്ങൾ നൽകുന്ന മറുപടിയോ, എനിക്ക് വായിക്കാൻ അറിയില്ല. ഇങ്ങനെയാണ് നമ്മൾ ഈ സംഭവം മനസ്സിലാക്കിയിട്ടുള്ളത് പലരും. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിലിരിക്കുമ്പോൾ നബി തങ്ങളുടെ ആ അവസ്ഥ എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജംഇൻ്റെ ഉന്നതമായ ഘട്ടത്തിൽ, അതായത് തൻ്റെ സ്വന്തം അസ്തിത്വത്തെ പരിപൂർണമായും ഇല്ലായ്മ ചെയ്ത് അള്ളാഹുവിനെ മാത്രം ദർശിക്കുന്ന ഒരവസ്ഥയിലാണ് നബി തങ്ങളുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നത് വായിക്കാൻ. അപ്പോൾ സ്വന്തം അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണുന്നത് എങ്ങനെയാണ്, ഇഹ്സാൻ എങ്ങനെയാണ്, ഇഹ്സാനിൻ്റെ പരിപൂർണത എങ്ങനെയാണെന്നൊക്കെ നബിതങ്ങളുടെ ഹദീസിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ പറയുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കാണാം, അൻ തഅബുദല്ലാഹ, അള്ളാഹുവിനെ നീ ആരാധിക്കലാണ്, കഅന്നക തറാഹു, നിനക്ക് അവനെ കാണുന്നത് പോലെ ആരാധിക്കുക, ഫഇല്ലം തകുൻ, അങ്ങനെ നീ ഇല്ലാതെയായാൽ തറാഹു, നിനക്കവനെ കാണാം. നിൻ്റെ അസ്തിത്വം പരിപൂർണമായി ഇല്ലാതെയാകുമ്പോഴാണ് നിനക്ക് റബ്ബിനെ കാണാൻ കഴിയുക എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സ്വന്തം അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്ത് അള്ളാഹുവിനെ മാത്രം ദർശിക്കുന്ന ഒരവസ്ഥയിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നത്, ഇഖ്റ, അങ്ങ് വായിക്കുകയെന്ന്. ആ ഫനായിൻ്റെ പരമോന്നതിയിൽ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നൽകുന്ന മറുപടി സാധാരണക്കാരൻ്റെ മറുപടിയല്ല. പലപ്പോഴും നമ്മൾ ഇത് മനസ്സിലാക്കുന്ന സമയത്ത് വായിക്കാൻ പറഞ്ഞപ്പോൾ വായിക്കാൻ അറിയില്ല എന്ന് നബിതങ്ങൾ പറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഏതൊരുത്തനും പറയുന്ന മറുപടിയാണത്. വായിക്കാൻ അറിയില്ലാത്ത ഏതൊരാളോടും വായിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ പറയും, എനിക്ക് വായിക്കാൻ അറിയില്ല, സ്വാഭാവിക മറുപടിയാണ്. പക്ഷേ അഷ്റഫുൽ ഖൽഖായ നബിതങ്ങൾ, അള്ളാഹുവിൽ പരിപൂർണമായി ഫനാ ആയി നിൽക്കുന്ന ജംഇൻ്റെ ഘട്ടത്തിൽ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വാക്ക് ഒരിക്കലും സാധാരണക്കാരുടെ വാക്ക് പോലെ ആകാൻ പാടില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ എന്നല്ലേ പറയുന്നത് ഖുർആൻ തന്നെ. അപ്പോൾ നബി തങ്ങൾ അവിടെ പറയുന്നത് എന്താ? ഞാനെന്ന അഹം, എൻ്റെ സ്വന്തം വുജൂദ് ഇല്ലാതായിപ്പോയി. അങ്ങനെ സ്വന്തം വുജൂദ് ഇല്ലാതെയാകുമ്പോൾ പിന്നെ അവിടെ എന്തേ ഉള്ളൂ? കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തേ ബാക്കിയുള്ളൂ? വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹുവിൻ്റെ വജ്ഹല്ലാത്ത മറ്റൊന്നുമില്ല. അപ്പം നബിതങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവല്ലാത്ത യാതൊന്നിനെയും കാണാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ നബിതങ്ങളോടാണ് പറയുന്ന, ഇഖ്റ, അങ്ങ് വായിക്കൂ. അപ്പം നബിതങ്ങളുടെ മറുപടി എന്താണ്? വായിക്കുന്നവൻ ഞാനല്ല. യഥാർത്ഥത്തിൽ വായിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അത് സമ്മതിച്ചു കൊടുക്കുകയാണ് നബിതങ്ങൾ. അതൊരു അദബിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ സമ്മതിച്ചു കൊടുക്കുമ്പോഴാണ് നബിതങ്ങൾക്ക് അടുത്ത ഭാഗം തുറക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വായിക്കുക എന്ന് കൽപ്പിക്കാൻ മറ്റു കാരണങ്ങളും കൂടിയുണ്ട്. അതായത് ഈ ജംഇൻ്റെ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്ത യാതൊന്നിനെയും കാണാതെ നിൽക്കുന്ന ഘട്ടത്തിൽ പ്രബോധനം സാധ്യമല്ല, തസ്കിയത്ത് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് ചെയ്യണമെങ്കിലോ ജനങ്ങളെ കാണണം, ജനങ്ങളോടാണല്ലോ പ്രബോധനം ചെയ്യേണ്ടത്. അപ്പോൾ ജനങ്ങളെ കാണണം, സൃഷ്ടികളെ കണ്ടാലേ അവരോട് പ്രബോധനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സൃഷ്ടാവിനെ മാത്രം കാണുന്ന അവസ്ഥയിൽ നിന്നും സൃഷ്ടികളെ കൂടി കാണുന്ന അവസ്ഥയിലേക്ക് മടങ്ങാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുടെ തുടക്കമാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാലോ, ഒരു പാട്ട് തന്നെ ഈ അടുത്ത കാലത്ത് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നു. എന്താ? കല്ലൈ മട്ടും കണ്ടാൽ കടവുൾ തെരിയാതെ, കടവുൾ മറ്റും കണ്ടാൽ കല്ലടി തെരിയാതെ, ഒരു തമിഴ് പാട്ടാണ്. അതായത്
സൃഷ്ടികളെ മാത്രം കാണുന്ന ഒരാൾക്ക് സൃഷ്ടാവിനെ കാണില്ല, സൃഷ്ടാവിനെ മാത്രം കാണുന്നവന് സൃഷ്ടികളെയും കാണില്ല. അപ്പോൾ ജംഇൻ്റെ മുകളിലേക്കുള്ള അവസ്ഥകളുണ്ട്, ജമ്മുല്ലമ എന്നെല്ലാം പറയുന്ന പല അവസ്ഥകളുമുണ്ട്. ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴാണ് സൃഷ്ടാവിനെയും സൃഷ്ടികളെയും കാണുക. അതായത് സൃഷ്ടാവിനെ കാണുന്നത് സൃഷ്ടികളെ കാണുന്നതിന് തടസ്സമല്ലാതിരിക്കുക, സൃഷ്ടികളെ കാണുന്നത് സൃഷ്ടാവിനെ കാണുന്നതിന് തടസ്സമല്ലാതിരിക്കുക. നമ്മളിപ്പോൾ സൃഷ്ടികളെ കാണുന്നു, അതുകൊണ്ട് സൃഷ്ടാവിനെ കാണുന്നില്ല. അപ്പോൾ സൃഷ്ടികൾ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവിനെ കാണുന്നതിനിക്ക് തടസ്സമാണ്. അപ്പോൾ ഇത് രണ്ടും കാണുമ്പോഴേ പ്രബോധനം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് ജംഇൽ നിന്നും തഫ്സീലിലേക്ക് മടങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്, മടങ്ങാനുള്ള നിർദ്ദേശങ്ങളുടെ തുടക്കമായിട്ട് അങ്ങനെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പ്രാവശ്യവും മാ അന ബിഖാരിയിൻ സമ്മതിക്കുകയാണ്. വായിക്കുന്നവൻ അള്ളാഹുവാണ്, വായിക്കുന്നവൻ ഞാനല്ല എന്ന് സമ്മതിക്കുമ്പോൾ അടുത്ത ഘട്ടം തുറന്നു കൊടുക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടാവായ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക എന്ന്. ഇവിടെ വലിയ രഹസ്യങ്ങളുണ്ട്, അതിലേക്കൊന്നും കടന്നു പോകാൻ കഴിയില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് പറയാം. ഇവിടെ ബിസ്മിയുടെ ബാ ഇസ്തിആനത്തിൻ്റെ ബാ ആണ്, അതായത് സഹായം തേടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പറയുന്ന ഗ്രന്ഥം വായിക്കണമെങ്കിൽ സഹായം ആവശ്യമാണ്. ആരുടെ സഹായം? നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പോലെ ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ഭാഷ നമുക്ക് തിരിയണം. ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാളുടെ സഹായത്തോടെ വായിക്കുമ്പോൾ മാത്രമാണ് അതിൽ പറയുന്ന കാര്യങ്ങളും ആ ഭാഷയുമൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു സഹായം ആവശ്യപ്പെടണം എന്ന കാര്യമാണ് ഖുർആൻ ബിസ്മി റബ്ബിക എന്നതിലൂടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരു സഹായി ആവശ്യമാണ്. ആരാണ് ഈ സഹായി? മണിമക്ക തവദരി തവസാന നബിയായെ മഹാത്മാവിൻ ഖിലാഫത്ത് വഹിത്തിയിടുമേ, അപ്പോൾ ബഷരിയ സിഫാത്താകെ കരിന്തിയിടുമേ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ ഖലീഫയായിരിക്കുന്ന, യഥാർത്ഥ പ്രതിനിധിയായിരിക്കുന്ന, നബി തങ്ങളുടെ ഖദമിൽ നിൽക്കുന്ന മുറബ്ബിയായ ഒരു ഷെയ്ഖ്, അമ്പിയാക്കളുടെ അനന്തരാവകാശിയായ ഒരു ഷെയ്ഖ്, ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ പോലെയാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ച ഒരു ഷെയ്ഖ്, മുറബ്ബിയായ ഗുരു, ആത്മജ്ഞാനിയായ ഗുരു. വമൻ യുളിൽ ഫലം തജിദലഹു വലിയ മുർഷിദ എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ അത്രയേറെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മെ പരിചയപ്പെടുത്തിയ ഷെയ്ഖ്, ആ മുറബ്ബിയായ ഷെയ്ഖിലൂടെ മാത്രമാണ് ഈ പറയുന്ന കിതാബ് നമ്മുടെ ആന്തരികത്തിൽ, നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ സർവ്വ രഹസ്യങ്ങളുടെയും സ്രോതസ്സായി കിടക്കുന്ന കിതാബിനെ വായിക്കാൻ മുറബ്ബിയായ ഒരു ഷെയ്ഖിൻ്റെ സഹായം അത്യാവശ്യമാണ്. ഇവിടെ ബിസ്മി റബ്ബിക എന്നതിൻ്റെ വിശദീകരണം നോക്കുമ്പോൾ തസവൂഫിൻ്റെ പല കിതാബുകളിലും വിശദീകരണങ്ങളിലും കാണാം ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്നത് മുറബ്ബിയായ ഷെയ്ഖാണ് എന്ന്. ഇസ്മുൽ അഅ്ല താലെ പറന്നെത്തി എന്നൊക്കെ പറയുന്നില്ലേ ഒരു പാട്ടിൽ, ജിന്നും മിൻസും അടക്കി ഒതുക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്ന നമ്മൾ പല ഇസ്മും ചൊല്ലി നോക്കും. ഇസ്മുൽ അഅ്ലമിൻ്റെ പ്രത്യേകത എന്താ? അതുകൊണ്ട് എന്തെങ്കിലും തേടിയാൽ അള്ളാഹു കാര്യം സാധിപ്പിച്ചു തരും. അതാരാണ്? ജീവിച്ചിരിപ്പുള്ള മുറബ്ബിയായ ഷെയ്ഖാണ്. ആ ഷെയ്ഖിനെ കൊണ്ട് എന്താണോ തേടുന്നത് ആ തേടുന്ന കാര്യം പൂർത്തീകരിച്ച് അള്ളാഹു തരും. ആ ഇസ്മുൽ അഅ്ലമിനെ തിരിച്ചറിയേണ്ട കോലത്തിൽ തിരിച്ചറിയണമെന്ന് മാത്രം. അപ്പോൾ ഈ ഇസ്മുൽ അഅ്ലമിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള, ഏറ്റവും മൂല്യങ്ങൾ അധികരിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം ഞാൻ എന്ന കിതാബിനെ വായിക്കേണ്ടത്. ഞാൻ എന്ന ഈ കിതാബിനെ വായിക്കുമ്പോൾ എന്ത് തിരിയും? അള്ളാഹുവിൻ്റെ രഹസ്യങ്ങൾ അറിയും. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു, നീ നിൻ്റെ നഫ്സിനെ അറിഞ്ഞാൽ നീ നിൻ്റെ റബ്ബിനെ അറിഞ്ഞു എന്ന് പറയുന്ന വാക്യത്തിൻ്റെ പൊരുളും കൂടിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ മറ്റുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിൻ്റെ ഇടയിലൂടെ ഏറ്റവും പ്രാധാന്യമുള്ള ഈ പുസ്തകം കൂടി ഒന്ന് വായിക്കാൻ, മരിക്കുന്നതിൻ്റെ മുമ്പ് ഒന്ന് വായിക്കാൻ ശ്രമിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.